കിഫ്ബിക്ക് വിമർശനവുമായി ഹൈക്കോടതി. കിഫ്ബി സമൻസ് അനുസരിക്കാത്തതെന്തെന്ന് കോടതിയുടെ ചോദ്യം. ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്നത് എന്തെന്ന് കോടതി. സമൻസിന് മറുപടി കൊടുക്കൂ എന്നും കിഫ്ബിയോട് കോടതി. ബിനിലുണ്ട് വിവരങ്ങളുമായി. ബിനിൽ, ഈ അന്വേഷണം അട്ടിമറിക്കാൻ തന്നെ അല്ലെങ്കിൽ വൈകിപ്പിക്കാൻ കിഫ്ബി ശ്രമിക്കുന്നു എന്നതാണ് ഇഡിയുടെ ആരോപണം. പക്ഷേ കിഫ്ബി പറയുന്നു ചോദിച്ച രേഖകൾ തന്നെ പിന്നെയും പിന്നെയും ആവശ്യപ്പെടുകയാണെന്ന്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇന്ന് പറഞ്ഞത് എന്താണ്? ആര്യ, ഇന്ന് കിഫ്ബി കോടതിയെ അറിയിച്ചത് ആവർത്തിച്ച് തങ്ങളോട് ഒരേ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നൽകിയ രേഖകൾ വീണ്ടും നൽകാനാണ് ആവശ്യപ്പെടുന്നത്. ഈ സമൻസ് തങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ്, ഉദ്യോഗസ്ഥരെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് എന്നതാണ്. പക്ഷേ ഹൈക്കോടതി ഇതിനോട് യോജിച്ചില്ല. ഹൈക്കോടതി പറയുന്നത് നിങ്ങൾ ഈ സമൻസിനോട് പ്രതികരിക്കൂ എന്നതാണ്. സമൻസ് കിട്ടിയാൽ അതിനോട് പ്രതികരിക്കാതെ കോടതിയിലേക്ക് വരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. നേരത്തെ തന്നെ നിങ്ങളുടെ ഹർജിയിൽ ഒരു ഉചിതമായ തീരുമാനം കോടതി എടുത്തിട്ടുള്ളതാണ്. അന്വേഷണം തടയാൻ കഴിയില്ല, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിന് വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥരാണ്. അതിനോട് പ്രതികരിക്കൂ. നിങ്ങൾ നേരത്തെ നൽകിയ രേഖകളാണ് വീണ്ടും ചോദിക്കുന്നത് എങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇഡിക്ക് മറുപടി നൽകൂ എന്നതാണ് ഇന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് ഈ സമൻസിന്റെ കാര്യത്തിൽ കോടതി ഇടപെടാൻ വിസമ്മതിക്കുന്നു എന്നതാണ്. സമൻസിൽ കൃത്യമായി പ്രതികരിക്കാൻ കിഫ്ബിയോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. കിഫ്ബി ഇതിൽ സമൻസിനോട് മറുപടി നൽകുകയും ഉദ്യോഗസ്ഥർ ഹാജരാകുകയും ചെയ്താൽ, സഹകരിച്ചാൽ ഈ കേസിന്റെ അന്വേഷണം എത്രയും വേഗം പൂർത്തീകരിക്കാം എന്നതാണ് ഇഡി ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കോടതി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഫെമ ലംഘനമാണ് പരിശോധിക്കുന്നത്. ഇതുവരെ ഫെമ ലംഘനം കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും ഒരു അറസ്റ്റോ മറ്റൊന്നും ഭയക്കേണ്ടതില്ല. കാരണം ഇതൊരു സിവിൽ പ്രൊസീജിയറാണ്, കള്ളപ്പണ ഇടപാട് പോലെയല്ല. ഇതിൽ അറസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അറസ്റ്റിനെ ഭയപ്പെടേണ്ടതില്ല. ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഫെമ ലംഘനം ഉണ്ടായതായി ഇതുവരെ കണ്ടെത്തുകയും ചെയ്തിട്ടില്ല. ഫെമ ലംഘനം ഉണ്ടോ എന്ന പരിശോധന മാത്രമാണ് നടക്കുന്നത്. ആ പരിശോധനയോടുകൂടി സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് കോടതി ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. ഈ കേസിൽ വിശദമായ വാദമുണ്ടാകും. ഫെബ്രുവരി 1 ഹർജി മാറ്റിയിരിക്കുകയാണ്. കിഫ്ബിക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകന് ഹാജരാകാൻ വേണ്ടിയാണ് കേസ് ഫെബ്രുവരി 1 മാറ്റിയിരിക്കുന്നത്. ശരി.